ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ നിഷാദ്. വെൽക്കം ടു നിഷൂസ് വേൾഡ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്കിന്നൊരു വന്ദേ ഭാരതിൽ കയറി യാത്ര ചെയ്താലോ? അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോളൂ. ഈ യാത്രയിലെ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിൽക്കുമ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഇഷയ്ക്ക് ട്രെയിനിൽ കയറണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സമയം കണ്ടെത്തി ഒരു വന്ദേ ഭാരതിലേക്ക് യാത്ര തിരിച്ചു. രാവിലത്തെ പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും എല്ലാം നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതിനോട് നമുക്ക് ലഭ്യമാണ്. നല്ല അടിപൊളി നൂൽപുട്ടായിരുന്നു, നല്ല അടിപൊളി എഗ് റോസ്റ്റ്. അങ്ങ് നിലമ്പൂരിലേക്കാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഷൊർണൂരിൽ നിന്നും മറ്റൊരു ട്രെയിനിലേക്ക് മാറി കയറേണ്ടതുണ്ട്. അപ്പോൾ അതിലെ കാഴ്ചകളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിൻ യാത്ര ഒരു വികാരം തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ട്രെയിനുകൾ കാണുമ്പോൾ നമുക്കും ആഗ്രഹം തോന്നും അതിലൊന്ന് കയറാൻ. അത്രത്തോളം എത്തില്ലെങ്കിലും നമ്മുടെ വന്ദേ ഭാരതം ഒരു അന്തസ്സുള്ള യാത്ര തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ട്രെയിനിൻ്റെ ഗ്ലാസ് വിൻഡോസുകൾ നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകൾ കണ്ട് കുട്ടികൾ പോലും ലാപ്ടോപ്പും മൊബൈലും കാണാൻ മറന്നുപോകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ടിക്കറ്റ് കിട്ടാൻ അത്ര എളുപ്പമല്ല വന്ദേ ഭാരതിന്. ഏകദേശം 2 ആഴ്ച മുമ്പേ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൺഫേമായി കിട്ടൂ. ഞങ്ങൾ കയറിയ ട്രെയിൻ ഏകദേശം ഫുള്ളായിരുന്നു. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും അനൗൺസ്മെൻ്റ് ഉണ്ടായിരിക്കും, അടുത്ത സ്റ്റേഷൻ ഏതാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് നിന്നും ഷൊർണൂരെത്തി. 88 കിലോമീറ്റർ സ്പീഡിൽ ഈ ട്രെയിൻ ഓടിയിട്ടില്ല. ട്രാക്കുകളൊക്കെ മെച്ചപ്പെടുത്തി നല്ല നിലവാരമാക്കുവാണെങ്കിൽ ഇതിനു മുമ്പ് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ ഇറങ്ങി ഇതാ മറ്റൊരു എക്സ്പ്രസ്സിൽ കയറി നിലമ്പൂരിലേക്ക് പോവുകയാണ്. നല്ല രസമാണ്. നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തേക്കുകളുടെ നഗരമാണെന്ന്. അതുപോലെ തന്നെ നല്ല പനമരങ്ങളുടെ കാഴ്ചകളും കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിലമ്പൂർ എക്സ്പ്രസിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ്. വന്ദേ ഭാരതിൽ നിന്ന് ഒരു ലോക്കൽ ട്രെയിനിലേക്ക് വന്നപ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ തന്നെ മറ്റൊരു എപ്പിസോഡുമായി വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.